ബി.ജെ.പിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച് പുറത്തുപോയതിനു പിന്നാലെ നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടൻ ദേവൻ ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലും ചെലവഴിക്കേണ്ട തുക നേതാക്കൾ വീതിച്ചെടുക്കുന്നതാണ് പാർട്ടിയുടെ രീതിയെന്ന് ദേവൻ തുറന്നു പറയും. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അവസാനിക്കാൻ 15 ദിവസമുള്ളപ്പോൾ കള്ളപ്പണം ചെലവഴിക്കും, ബാക്കി തുക വീതം വയ്ക്കുമെന്നും ദേവൻ പറയും. താൻ പാർട്ടിയിൽ ചേർന്നു എന്നല്ലാതെ കേരള ബി.ജെ.പി അവരിലേക്ക് എന്നെ ഒരു കാലത്തും അടുപ്പിച്ചിട്ടില്ല എന്നും ദേവൻ പരിഭവം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുമ്പോഴാണ് ബ്ലാക്ക് മണി മുഴുവൻ വരുന്നത്. ക്യാമ്പയിന്റെ സമയത്താണ് കള്ളപ്പണം ചെലവഴിക്കുന്നത്. 5 കോടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 50 ലക്ഷം രൂപ മാത്രമേ ചെലവാക്കുന്നുള്ളൂ. ബാക്കി പണം നേതാക്കൾ വീതിച്ചെടുക്കുകയാണെന്നും ദേവൻ പറയും. ടി.വി.കെയുമായി ബന്ധപ്പെട്ടും ദേവൻ പ്രതികരിച്ചു. ടി.വി.കെ കേരളത്തിൽ നിർണായക ശക്തിയാകുമെന്നാണ് ദേവൻ പറയുന്നത്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ ടി.വി.കെക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അടുത്ത തെരഞ്ഞെടുപ്പിനായി ഇനി 5 വർഷം സമയമുണ്ടെന്നും ദേവൻ പറഞ്ഞു. ടി.വി.കെ തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങില്ല, ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരാനാണ് വിജയ് ശ്രമിക്കുന്നത്. ടി.വി.കെയിൽ പുതുമുഖങ്ങൾക്ക് മാത്രമേ സ്ഥാനമുണ്ടാകുള്ളൂ എന്നും അല്ലാത്തവരെ ആ പാർട്ടി എടുക്കില്ലെന്നും ദേവൻ പറയുന്നു. ഇക്കഴിഞ്ഞ 16-ാം തീയതിയായിരുന്നു ദേവൻ ബി.ജെ.പി വിട്ടത്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ പൊതുവേദിയിൽ വെച്ചായിരുന്നു പാർട്ടി വിടുന്നതായുള്ള ദേവന്റെ പ്രഖ്യാപനം ഉണ്ടായത്. ബി.ജെ.പിയിൽ നിന്ന് പുറത്തു വന്ന ദേവൻ ടി.വി.കെയുടെ സംസ്ഥാന അധ്യക്ഷസ്ഥാനം നേതാക്കൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 10-ന് ചെന്നൈയിൽ വെച്ച് വിജയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും താൻ ആഗ്രഹിക്കുന്നതാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയ് ചെയ്യുന്നതെന്നും നിരവധി യുവാക്കൾ ഫോണിൽ വിളിച്ച് തനിക്ക് പിന്തുണ അറിയിച്ചെന്നും കൂടെ ദേവൻ പറഞ്ഞിരുന്നു. ദേവൻ പറഞ്ഞ ഈ കള്ളപ്പണ ആരോപണത്തിന് ബി.ജെ.പി മറുപടി പറയുമോ എന്നത് കണ്ടറിയണം. കേന്ദ്രത്തിൽ അധികാരം കിട്ടിയപ്പോൾ മുതൽ കള്ളപ്പണത്തിനെതിരായ പോരാട്ടം എന്ന് വലിയ ശബ്ദത്തിൽ പറയുന്നവരാണ് ബി.ജെ.പി നേതാക്കൾ എല്ലാവരും തന്നെ. കള്ളപ്പണം ഇല്ലാതാക്കാനാണ് നാട്ടുകാരെ മൊത്തം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നോട്ട് നിരോധനം കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നവർ തന്നെ ഉയർത്തുന്ന ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ബി.ജെ.പി കള്ളപ്പണത്തെ എതിർക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നിയേക്കാം. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ് ഇത്തരം ആരോപണങ്ങൾ വന്നതെങ്കിൽ തീർച്ചയായും അന്വേഷണവും കേസുകളും ഒക്കെ ഉണ്ടായേനെ. കേന്ദ്ര അന്വേഷണ ഏജൻസികളും എത്തിയേനെ. ആരോപണങ്ങൾ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് നേരെ ആകുമ്പോൾ ബി.ജെ.പി മൗനം പാലിക്കുകയാണ്. ഈ ഇലക്ഷൻ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ജനങ്ങളോട് ബി.ജെ.പി കൃത്യമായ വിശദീകരണം നൽകേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത വർഷം എല്ലാ മണ്ഡലത്തിൽ നിന്നുമായി നേതാക്കൾ കോടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പൊതുജനം വിളിച്ചു പറയും. നേരത്തെ ബി.ജെ.പി തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിന് കള്ളപ്പണ സ്വീകരണ വിതരണ മൊത്ത കച്ചവട കേന്ദ്രം എന്ന പുതിയ പേരുമായി KSU തൃശൂർ ജില്ലാ കമ്മിറ്റി എത്തിയിരുന്നു. ബി.ജെ.പി സിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള വഴിയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചായിരുന്നു KSUവിന്റെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിലെ ബി.ജെ.പി ഓഫീസിൽ 17 ചാക്കുകളിലായി കള്ളപ്പണം എത്തി എന്ന മുൻ ഓഫീസ് സെക്രട്ടറി P. അക്ഷയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് KSU പ്രതിഷേധം നടത്തിയത്. എന്തായാലും നടൻ ദേവൻ ബി.ജെ.പിയുടെ കണ്ണിലെ കരടായി മാറുകയാണ്. വിജയുടെ ടി.വി.കെയിലേക്ക് പോകുന്നത് വഴി ആ ശത്രുത ഒന്നുകൂടെ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്.